മുമ്പും കഞ്ചാവും MDMA-യും ഒക്കെ കടത്തിയിട്ടുണ്ടെന്ന് കഞ്ചാവ് കേസിലെ പ്രതിയുടെ കുറ്റസമ്മതം. ഏത് പ്രതിയാണെന്നറിയാമോ? വീട്ടിൽ രഹസ്യ അറ നിർമ്മിച്ച് കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്ന ചാക്ക സ്വദേശി അനീഫ് ഖാൻ. വീട്ടിൽ മാത്രമല്ല, കുളിമുറിക്കുള്ളിൽ പോലും ഒരു വലിയ ബങ്കർ ഉണ്ടാക്കിയിരുന്നു ഇയാൾ. ഹോൾസെയിലായിട്ടാണ് കഞ്ചാവ് വാങ്ങി റീറ്റെയിലായി വിൽപ്പന നടത്തുന്നതായിരുന്നു രീതി. കഴിഞ്ഞ ദിവസം എക്സൈസ് നടത്തിയ പരിശോധനയിൽ രഹസ്യ അറയിൽ സൂക്ഷിച്ചിരുന്ന കഞ്ചാവ് കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്ന് എക്സൈസ് ഇൻസ്പെക്ടറും പറഞ്ഞു. നമുക്ക് ആ പ്രതികരണം ഒന്ന് കേട്ടുവരാം. മുമ്പും പ്രതിയാണ്. ഇവിടെ ആർക്കാണ് വിൽക്കുന്നത്? റീറ്റെയിലായിട്ട് വിറ്റുകൊണ്ടിരിക്കുന്നു. അല്ല, ITIയിലൊക്കെ ഇല്ല, ആർക്കും കൊടുക്കാറില്ല. ഇത് രഹസ്യ വിവരമായിരുന്നോ നിങ്ങൾക്ക്? തീർച്ചയായിട്ടും നമ്മൾ രഹസ്യ വിവരം തന്നെയായിരുന്നു. നമ്മൾ നിരീക്ഷിക്കുകയായിരുന്നു. പിന്നെ ഇതിനു മുമ്പ് നമ്മൾ കേസെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. നമ്മൾ ആ ഡൗട്ട് തോന്നാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഞ്ചാവ് ഇവിടുന്ന് പോകുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇത് എവിടെ നിന്നാണെന്നുള്ളൊരു ഉറവിടം കണ്ടെത്താൻ ഇവൻ്റെ ബാക്കിൽ നടന്നപ്പോൾ വീട്ടിൽ വന്നിട്ട് പോകുന്നുണ്ട്. പക്ഷേ വീട്ടിൽ ഇന്നലെയും ഒന്ന് നമ്മൾ നോക്കിയായിരുന്നു, കണ്ടില്ല, സാധനം കണ്ടില്ല. സെർച്ച് ചെയ്താണോ? നമ്മൾ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴും നമ്മൾ നോക്കിയായിരുന്നു, കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഉറപ്പായിരുന്നു ഇതിനകത്ത് നിന്ന് തന്നെ സാധനം വരുന്നു എന്നുള്ള ഉറപ്പായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്നലെ വന്ന് സെർച്ച് ചെയ്തപ്പോൾ ഇവരെന്താ പറയുന്നത്? ഈ വീട്ടിൽ ആരാ ഉള്ളത്? അനീഫ് ഖാൻ, ഇതിൻ്റെ ഓണർ. അല്ല, അതല്ലാതെ വേറെ ആരുമില്ല? അവൻ്റെ വൈഫുണ്ട്. അവൻ്റെ ഫാമിലി എവിടെയാണ് താമസം? ഫാമിലിക്കൊക്കെ അറിവുള്ളൂ? അതിനെക്കുറിച്ച് നമുക്ക് അറിഞ്ഞൂടാ. അല്ല, ഇന്നലെ വന്ന് നിങ്ങൾ സെർച്ച് ചെയ്തിട്ട് ഒന്ന് വന്ന് തപ്പിയിട്ട് പോയി. ഇന്നലെ നമ്മുടെ വീട്ടിനകത്ത് കയറിയില്ല. അത് കയറിയില്ല, വെളിയിൽ നിന്നേ ഉള്ളൂ. വെളിയിൽ നിന്നേ ഉള്ളൂ. റഹീസ് റഷീദുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റഹീസ് റഷീദ്, ഹോൾസെയിലായിട്ട് വാങ്ങുക, വീടിനുള്ളിലെ രഹസ്യ അറകളിൽ അത് സൂക്ഷിക്കുക, അതിനുശേഷം കുളിമുറിയിലടക്കം ഒരു ആളിൽ ഒളിഞ്ഞിരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ബങ്കർ ഉണ്ടാക്കുക, അതിനകത്ത് കഞ്ചാവ് വയ്ക്കുക, അതിനുശേഷം അത് തൂക്കി വിറ്റുകൊണ്ടിരിക്കുക. വലിയ കച്ചവടമായിരുന്നു നടത്തിയിരുന്നത് അല്ലേ റഹീസ്? അരുൺ, ഈ അനീഫ് ഖാനെ നമുക്ക് വേണമെങ്കിൽ സത്യസന്ധനായ കഞ്ചാവ് കച്ചവടക്കാരനെന്ന് പറയാം. കാരണം എല്ലാം സമ്മതിക്കുന്നുണ്ട്. സാധാരണഗതിയിൽ ക്യാമറയ്ക്ക് മുന്നിൽ നിന്നത് സമ്മതിക്കില്ല, അവർ മിണ്ടാതിരിക്കുകയുള്ളൂ. പിന്നീട് കോടതിയിലൊക്കെ വരുമ്പോൾ ഇതെൻ്റെ വീട്ടിൽ നിന്നല്ല, അതല്ല എൻ്റെതല്ല എന്നൊക്കെ പറയണം. പക്ഷേ ഈ ബൈറ്റ് നമ്മളോട് സംസാരിച്ചതോടുകൂടി അതിന് കോടതിയിൽ പോലും മാറ്റി പറയാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ട്. ഈ അനീഫ് ഖാൻ ഇതിനു മുമ്പ് ഒരു 20 കിലോ കഞ്ചാവ് ഒരു ഇക്കോ കാറിൻ്റെ അകത്ത് ഇതുപോലെ രഹസ്യ അറ പിടിപ്പിച്ച് കടത്തിക്കൊണ്ടുവന്ന ആളാണ്. ആ അനീഫ് ഖാൻ്റെ വീട് ഇന്നലെ നമ്മൾ കണ്ടതാണ്. ഇന്നിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. അതിവിദഗ്ധമായി അരുൺ പറഞ്ഞതുപോലെ ഒരു ബങ്കർ പോലെ നിർമ്മിച്ച് അതിനകത്ത് കഞ്ചാവ് വിൽപ്പന നടത്തുകയായിരുന്നു. അനീഫ് ഖാനോട് സംസാരിച്ചപ്പോൾ മനസ്സിലായത് ആന്ധ്രാപ്രദേശിൽ നിന്നാണ് ഹോൾസെയിലായി കഞ്ചാവ് തിരുവനന്തപുരത്തെ ചാക്കയിലുള്ള വീട്ടിലേക്ക് എത്തിക്കുന്നത്. അവിടെ നിന്നാണ് റീറ്റെയിലായി വിൽക്കുന്നത്. കഞ്ചാവ് മാത്രമല്ല, MDMA-യും ഉണ്ട്. ഇത് ആ തരത്തിൽ തന്നെയാണ് വിൽക്കുന്നതെന്ന് അനീഫ് ഖാൻ സമ്മതിക്കുന്നു. ഈ അനീഫ് ഖാന്റെ വീടിന് തൊട്ട് മുമ്പാണ് ചാക്ക ITI ഉള്ളത്. അപ്പോൾ പോലീസിനും എക്സൈസിനും ഒരു സംശയം ITIയിലേക്കുള്ള വിദ്യാർത്ഥികൾക്ക് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണോ എന്ന്. അത് നമ്മൾ ചോദിക്കുമ്പോൾ അതല്ല എന്ന് പറയുന്നുണ്ട്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പോലീസ് ഈ അനീഫ് ഖാന്റെ പിറകെയാണ്, പോലീസും എക്സൈസും. പക്ഷേ ഒരു ഘട്ടത്തിൽ പോലും അനീഫ് ഖാന്റെ വീട് വരെ മിനിഞ്ഞാന്ന് എക്സൈസ് ഉദ്യോഗസ്ഥരെത്തി. പക്ഷേ ഒരു ഘട്ടത്തിൽ പോലും സംശയിക്കുന്ന തരത്തിൽ ആ വീട്ടിൽ നിന്ന് ഒന്നും കണ്ടെത്താൻ പോലീസിനോ എക്സൈസിനോ കഴിഞ്ഞില്ല. ഇതിനകത്ത് വീട്ടിലകത്തേക്ക് സ്ഥിരമായ ആളുകൾ വരുമല്ലോ, ഒരു സാധാരണ വീട്. അവിടെ കഞ്ചാവിൻ്റെ മണം അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ മണം പിടിക്കാതിരിക്കാൻ ഈ കഞ്ചാവിനകത്ത് ഉണക്കമീൻ കൂടി അനീഫ് ഖാൻ ഇട്ടിരുന്നു. അപ്പം വീട്ടിലേക്ക് കയറി വരുമ്പോഴുള്ള ആകെയുള്ളൊരു സ്മെല്ല് ഒരു ഉണക്കമീൻ്റെ സ്മെല്ലാണ്. ആ തരത്തിൽ അതിവിദഗ്ധമായിട്ടാണ് അനീഫ് ഖാൻ കഞ്ചാവ് എത്തിച്ചതും വിൽപ്പന നടത്തിയതും. അത് സമ്മതിക്കുകയാണ്, അല്ലെങ്കിൽ കുറ്റസമ്മതം നടത്തുകയാണ്. ഞാൻ കൊണ്ടുവന്നു, ഞാൻ വിറ്റു എന്ന് കൃത്യമായി പറയുകയാണ് അനീഫ് ഖാൻ. ഓക്കെ, അനീഫ് ഖാൻ്റെ നമുക്ക് ആ സ്ക്രീനിലൊന്ന് കളിക്കാം. താങ്ക് യു റഹീസ്. ഇന്നലെ റഹീസ് അത് വിശദമായിട്ട് റിപ്പോർട്ട് ചെയ്തിരുന്നു. അയാൾ കയറിപ്പോകുന്നത് എവിടെയാണെന്ന് അറിയാമോ പ്രിയപ്പെട്ട പ്രേക്ഷകരെ? അയാൾ കയറിപ്പോകുന്നത് ഒരു കുളിമുറിയുടെ ഉള്ളിൽ ഈ വാഷ് ബേസിൻ്റെ അടിയിൽ നിർമ്മിച്ചിരുന്ന ഒരു ടാങ്കിലേക്കാണ്. പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥനാണ്, എക്സൈസ് ഉദ്യോഗസ്ഥനാണെന്ന് തോന്നുന്നു. അയാൾ അതിനുള്ളിലേക്ക് കയറിപ്പോവാണ്. അതിനുള്ളിലാണ് അത് സൂക്ഷിച്ചിരുന്നത്. പണ്ടത്തെയൊക്കെ സിനിമകളിൽ, ജോസ് പ്രകാശ് വില്ലനായ സിനിമകളിലൊക്കെ കൊള്ളക്കാരുടെ സങ്കേതം കാണിക്കുന്നത് പോലെയാണ് അതിലെ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാൻ പറ്റുന്നത്. അനീഫ് ഖാൻ ഒരു ചെറിയ പുള്ളി ആയിരുന്നില്ല. കിലോ കണക്കിന് കഞ്ചാവ് ആന്ധ്രാപ്രദേശിൽ നിന്ന് കൊണ്ടുവന്ന് ഇതേപോലെ വീടിൻ്റെ പല സ്ഥലങ്ങളിലും ഒളിപ്പിച്ചു വയ്ക്കുക, കാറിൻ്റെ രഹസ്യ അറയിൽ കടത്തുക എന്നുള്ളതായിരുന്നു അനീഫ് ഖാൻ്റെ ഒരു രീതി. മാധ്യമങ്ങളോട് ഇപ്പോൾ നമ്മളുടെ ക്യാമറയിൽ തന്നെ അനീഫ് ഖാൻ അത് തുറന്ന് സമ്മതിക്കുകയും ചെയ്തു. അത് അനീഫ് ഖാനെതിരെ വലിയ തെളിവായിട്ട് മാറുകയും ചെയ്യും. ഇത് കണ്ടാൽ നോക്കൂ, ഇങ്ങനെയാണ് രഹസ്യ അറ നിർമ്മിച്ചിരുന്നത്. വീടിൻ്റെ മുകൾ ഭാഗത്ത് തടി കൊണ്ടുണ്ടാക്കിയ ഒരു പാനൽ. ആദ്യം വന്ന് നോക്കിയ സമയത്ത് എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് തെരഞ്ഞിട്ടൊന്നും കഞ്ചാവ് കിട്ടിയില്ല.
പിന്നീടാണ് സംഭവം മനസ്സിലായത്. ഇതെവിടെ തൊട്ടാലും തുറക്കുന്ന വാതിലുണ്ട് എന്നുള്ളതാണ് പുള്ളി ഉണ്ടാക്കി വെച്ചേക്കുന്ന രഹസ്യ അറകളാണ്. അതിനുശേഷം പിന്നീട് കുളിമുറിയിലോട്ട് പോകുമ്പോഴാണ് മറ്റൊരു ഞെട്ടിക്കുന്ന കാഴ്ച കണ്ടത്. കുളിമുറിയുടെ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ ആദ്യം ഒരു വാഷ് ബേസിൻ കാണാം. വാഷ് ബേസിൻ്റെ അടിയിലൊരു ചെറിയ ഒരു ഫിറ്റിങ് കാണാം. നമുക്ക് ആ ദൃശ്യങ്ങൾ കൂടി ഒന്ന് കാണിക്കാം. ഇതാണ് വാഷ് ബേസിൻ്റെ ഒരു അറ പുറത്തേക്ക് എടുത്തു. വാഷ് ബേസിൻ്റെ തൊട്ട് താഴെയുള്ള അറയാണേ. ഇനി ഇതിനുള്ളിൽ ഒരാൾക്ക് കടന്നു പോകാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ? ഇതാ കടന്നു പോകുന്നു. അയാൾക്ക് അവിടെ ഒളിച്ചിരിക്കാൻ പറ്റുന്നുണ്ട്. അത്രയും വലുപ്പമുള്ള ഒരു രഹസ്യ അറയാണ്. കുളിമുറിക്കുള്ളിൽ സൂക്ഷിച്ച ബിരുദനാണ് നമ്മുടെ ഈ കഞ്ചാവ് വിൽപ്പനക്കാരനായിരുന്ന അനീഫ് ഖാൻ. പൂർണ്ണമായിട്ടും അതിനകത്ത് ഒരാൾക്കിരിക്കാൻ പറ്റും. അതിനകത്ത് കറണ്ട് സംവിധാനങ്ങൾ അടക്കം ഉണ്ട് എന്നുള്ളതാണ്. വേണ്ടി വന്നാൽ ഒരു ഒരു കുറ്റവാളിയെ ഒളിപ്പിച്ച് താമസിപ്പിക്കാൻ, മാസങ്ങളോളം ഒളിപ്പിച്ച് താമസിക്കാൻ പറ്റിയ സംവിധാനം അതിനകത്തുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇതാണ് അനീഫ് ഖാൻ്റെ രഹസ്യ അറയിലെ കഞ്ചാവ്. എന്തായാലും എക്സൈസ് പിടികൂടി. ആദ്യഘട്ടത്തിൽ എക്സൈസിന് ഒന്നും മനസ്സിലായില്ല, ഇത് കഞ്ചാവ് കാണാനേ ഇല്ല. പിന്നീടാണ് കാര്യങ്ങളൊക്കെ ബോധ്യമായത്. എന്തായാലും കാര്യങ്ങൾ അനീഫ് ഖാനൊക്കെ തുറന്ന് സമ്മതിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതൊരു മാതൃകയാക്കി എടുക്കാൻ വേണ്ടിയിട്ടല്ല, ഇങ്ങനെയൊക്കെയാണ് കഞ്ചാവ് നടക്കുന്നത് എന്നതറിയാൻ വേണ്ടിയാണ്. ഇത് കണ്ടുകൊണ്ടിരുന്ന ആളുകൾക്ക് ഐഡിയ എന്ന് കരുതേണ്ട ആവശ്യമില്ല. എക്സൈസ് എവിടെ പോയാലും പൊക്കും. കേരളത്തിലെ എക്സൈസ് ഇപ്പോൾ വളരെ സ്ട്രോങ് ആണ്. ഓർമ്മയുണ്ടാവട്ടെ.